Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് വേ ഓപ്റ്റിക്സിലെ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ആൻഡ് പോളറൈസേഷൻ. വേ ഓപ്റ്റിക്സിലെ ഡൈഫ്രാക്ഷൻ ഇന്റർഫറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ്. കാരണം ലൈറ്റിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസിൽ ഡൈഫ്രാക്ഷൻ ഇന്റർഫറൻസ് എന്ന പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേ ഓപ്റ്റിക്സ് വെച്ചാണ്. ബട്ട് ഫോക്കസ് ഏരിയയിൽ നമുക്ക് ഹൈഗൻസ് പ്രിൻസിപ്പിളും പോളറൈസേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Huygens principle, that is Christian Huygens. Huygens principle is used to construct a new wavefront from an existing one. According to Huygens principle, each point on a wavefront can be considered as a secondary source of light. Secondary wavelets are produced from these sources just as light wave produced from the primary source. The envelope of all these secondary wavelets at a particular time gives a new wavefront. ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് എങ്ങനെയാണ് ഒരു പുതിയ സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വേവ് ഫ്രണ്ട് ഇസ് നത്തിങ് ബട്ട് ലോക്കസ് ഓഫ് പോയിന്റ് ആൾ ആർ ഇൻ സെയിം ഫേസ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പോയിന്റിനും സെയിം ഫേസ് ആണ്. അപ്പോൾ ഈ പോയിന്റ് മുഴുവൻ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇതിന് വിളിക്കുന്ന പേരാണ് വേവ് ഫ്രണ്ട്. സോ ദിസ് ഇസ് എ പ്രൈമറി വേവ് ഫ്രണ്ട്, ദാറ്റ് ഇസ് ഓൾഡ് വേവ് ഫ്രണ്ട്. ഈ വേവ് ഫ്രണ്ടിൽ ഓരോ പോയിന്റും പുതിയ വേവ് ഫ്രണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് ഫസ്റ്റ് വേവ് ഫ്രണ്ട് സെക്കൻഡ് വേവ് ഫ്രണ്ട് ഉണ്ടാക്കി, സെക്കൻഡ് ആണ് തേർഡിന് ഉണ്ടാക്കുന്നത്, തേർഡ് ആണ് ഫോർത്തിന് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് പ്രൈമറിയിലെ ഓരോ പോയിന്റും സെക്കൻഡറിയുടെ സോഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യുന്നു. ഇതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. സോ പ്രൈമറിയിലെ ഓരോ പോയിന്റും സെക്കൻഡറിയുടെ സോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ന്യൂ വേവ് ഫ്രണ്ട്സ് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. നമുക്ക് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഇത് വേറൊരു വേവ് ഫ്രണ്ട് ആണ്. സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിക്കോട്ടെ, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഒരു ലാർജ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ എല്ലാ വേവ് ഫ്രണ്ട്സും അവസാനം പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ട് മാറും. സോ വി ഹാവ് മെയിൻലി 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട്: പ്ലെയിൻ വേവ് ഫ്രണ്ട്, സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ്. Application of Huygens principle. First one, reflection of a plane wave by a plane surface. അപ്പോൾ സ്വാഭാവിക ഇത് എന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാൽ by using Huygens principle show that loss of reflection എന്ന ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരിക. Consider a plane wavefront AB incident on a plane reflecting surface MN. When a light wave from P reaches the reflecting surface, that is point A, the wave from Q can only reach at B. It has to travel a further distance BC, that is BC is equal to velocity into time, to reach at the reflecting surface. During this time, the ray from A after reflecting travels back through the same medium. In order to find the new wavefront after time t, construct a sphere of radius BC, that is velocity into time VT, same medium, from A. By Huygens principle, the tangent to this sphere from C gives the new wavefront, that is reflected wavefront. അപ്പോൾ ഇത്ര വളരെ എളുപ്പമാണ്. അതായത് പി ക്യു അതൊരു വേവ് ഫ്രണ്ട് ആണ്. അത് നേരെ വന്നു എ ബി. എ ബി ഇസ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. അപ്പോൾ പി എന്ന ലൈറ്റ് പോയിന്റ് എയിലെത്തുമ്പോൾ ക്യു എന്ന പോയിന്റ് ബി എത്തിയിട്ടേ ഉള്ളൂ. അതായത് എ റിഫ്ലക്റ്റിംഗ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു, ഈ പോയിന്റ് റിഫ്ലക്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ റിഫ്ലക്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ബി എന്ത് ചെയ്തു, അപ്പോഴും അത് റിഫ്ലക്ഷൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പോയിന്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടിയാണ്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. അതാണ് വി ടി എന്ന് പറയാൻ കാരണം, ആ ഡിസ്റ്റൻസ് കിട്ടാൻ. അപ്പോൾ എ ഡിയിലെത്തുന്ന സമയമാണ് ബി സിയിലെത്തുന്നുള്ളൂ. അതാണ് എ ബി എന്ന് പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആൻഡ് ഡി സി എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഇത്ര ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എ ബി എന്ന് പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്, അതാണ് ആംഗിൾ ഐ മാർക്ക്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ശരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഡി സി ആണ്. ഡി സി ആണ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറൈസേഷൻ മനസ്സിലാവും. ദാറ്റ് ഈസ് ദ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി ആർ കൺകറന്റ്. അതായത് ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെടും, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ ആണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം എ ബി സി ആൻഡ് എ ഡി സി, അതായത് എ ബി എന്ന് പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്, ബട്ട് ഡി സി എന്ന റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. എ സി കോമൺ ആണ്. സോ ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ ഐ ഈക്വൽ ടു ആർ ഓർ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഹെൻസ് ദ ലോസ് proved.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേറെ ട്രിഗ്നോമെട്രിക് റിലേഷൻ വെച്ച് ഇത് എക്സ്പാൻഡ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഹാളിൽ 2 മാർക്ക് ക്വസ്റ്റൻസ് ആ വരിക. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് ഇതാ ദിസ് ട്രയാങ്കിൾസ് എ ബി സി ആൻഡ് എ ഡി സി ആർ കോൺഗ്രന്റ്, സോ ഐ ഇസ് ഈക്വൽ ടു ആർ. ഇറ്റ്സ് സഫിഷ്യന്റ് ആണ്. കാരണം ആ ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടണം, ഈ സ്റ്റേറ്റ്മെന്റ് 1 മാർക്ക്. അപ്പോൾ എലാബറേറ്റ് ചെയ്ത് ഇത് ട്രയാങ്കിൾ ഒക്കെ വരച്ച് പിന്നെ ഒരു ലോ ഡിറൈവ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈഗൻസ് പ്രിൻസിപ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആദ്യം ഹൈഗൻസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യണം. കാരണം ഒരു പുതിയ വേവ് ഫ്രണ്ടിന് എങ്ങനെയാണ് സെക്കൻഡറി വേവ് ഫ്രണ്ട് ഉണ്ടാവുക എന്നാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. ചിലർക്ക് സംശയം ഉണ്ടാകും, ഇത് എന്തോ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഒന്നും ഇവിടെ ഹൈഗൻസ് പ്രിൻസിപ്പിൾ വെച്ച് പറഞ്ഞില്ലല്ലോ എന്ന്. ആക്ച്വലി എ ബി എന്ന ആ വേവ് ഫ്രണ്ട് ആണ് ഡി സി എന്ന വേവ് ഫ്രണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹൈഗൻസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് ചെയ്തതിനു ശേഷം ഈ ട്രയാങ്കിൾ എ ബി സി ആൻഡ് എ ഡി സി എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അത് കോൺഗ്രന്റ് ആണെന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു ആർ, ഹെൻസ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഈസ് പ്രൂവ്ഡ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, സ്റ്റാർട്ടിംഗ് ഫ്രം ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഷോ ദാറ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻസ് നോർമലി വരിക. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ബേസിക് ആനിമേഷൻ എന്ന് പറയുന്നത്. കാരണം ആ സ്പിയേഴ്സ് വരയ്ക്കാൻ പറയും. ഈ അനിമേഷൻ നോക്കി കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ആ വേവ് ഫ്രണ്ട്സ്. കാരണം ഇതിൽ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ഉണ്ട്. അപ്പോൾ ഒരു പോയിന്റ് റിഫ്ലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അടുത്ത പോയിന്റ് തുടങ്ങിയിട്ടില്ല. സോ അടുത്ത പോയിന്റ് റിഫ്ലക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ആ വേവ് ഫ്രണ്ട്, ആ ബ്ലൂ ലൈൻ പോകുന്ന റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് മൂവ് ചെയ്യുന്നതാണ് കറക്റ്റ്. ഗ്രീൻ ആണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്, ആ ബ്ലൂ പിന്നെ പോകുന്ന റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ആയിട്ട് പോകുന്നത്. റെഡ് റിഫ്രാക്റ്റഡ് ആണ്. സോ റിഫ്രാക്റ്റഡും റിഫ്ലക്റ്റിനും ചെറിയൊരു ചേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. സോ ഗ്രീൻ ആണത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. അതിന് എങ്ങനെയാണ് ആ സ്പിയർ കൺസിഡർ ചെയ്യാൻ പറയുന്ന ലോജിക് ആണ് അവിടെ. എങ്ങനെയാണ് ആ ഒരു സ്പെരിക്കൽ സിമെട്രി എടുത്തിട്ട് ആ സ്പിയർ വരച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആ വേവ് ഫ്രണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന നമുക്ക് അനിമേഷൻ കാണിച്ചു തരുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എ ബി ഇൻസിഡന്റ്, ഡി സി റിഫ്ലക്ട് മനസ്സിലായിട്ട് കോൺഗ്രന്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതൊക്കെ ശരിക്കും മനസ്സിലാണെങ്കിൽ ഇതാണ് അതിന്റെ പെർഫെക്റ്റ് അനിമേഷൻ ടു എക്സ്പ്ലെയിൻ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ബൈ യൂസിങ് എ പ്ലെയിൻ വേവ്. സോ നമ്മൾ റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ശ്രദ്ധിക്കണം. ഒരു പാർട്ട് ഓഫ് ദ ബീം സെക്കൻഡ് മിഡിലേക്ക് കടക്കുമ്പോഴും മറ്റു പാർട്ട് കടന്നിട്ടില്ല. അതാണ് ഈ റിഫ്ലക്ഷൻ പോലെ തന്നെ റിഫ്രാക്ഷൻ. അപ്പോൾ ആ വേവ് ഫ്രണ്ട് ചെറിയൊരു മാറ്റം വരികയാണ് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ. അത് തന്നെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ അതേപോലെ അടുത്ത റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. കാരണം ഒരു പാർട്ട് ഓഫ് എ വേവ് ഫ്രണ്ട് അടുത്ത മീഡിയയിലേക്ക് കടക്കും, പക്ഷെ വേറൊരു വേവ് ഫ്രണ്ട് അപ്പോഴും എന്തെങ്കിലും കടന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ വേവ് ഫ്രണ്ടിന് ചെറിയൊരു ചേഞ്ച് റിഫ്രാക്ഷനിൽ സംഭവിക്കുന്നത്. റിഫ്ലക്ഷൻ ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പോയെങ്കിലും റിഫ്രാക്ഷൻ വരയ്ക്കുമ്പോൾ ആ വേവ് ഫ്രണ്ട്സിന് ചെറിയൊരു മാറ്റം വരുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. അത് നമ്മൾ ഇനി വരയ്ക്കുമ്പോൾ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം വേവ് ഫ്രണ്ട് ഒരു പാർട്ട് സെക്കൻഡ് മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അപ്പോഴും ഫസ്റ്റ് മീഡിയത്തിലാണ് മറ്റൊരു പാർട്ട് കിടക്കുന്നത്. ദെൻ അതേപോലെ വേറൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ എന്താണെന്ന്, വേവ് ഫ്രണ്ട് ഒരു പാർട്ട് ഒരു മീഡിയത്തിലാവുമ്പോൾ വേറൊരു പാർട്ട് എന്താണ് അതർ മീഡിയത്തിലാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും വെലോസിറ്റി എന്താവും മാറും. അപ്പോൾ അതുകൊണ്ട് ആ വേവ് ഫ്രണ്ടിന് ചെറിയ ചേഞ്ച് എന്ത് ചെയ്യും വരുമെന്നാണ് ഈ അനിമേഷൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഇനി റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, അത് ക്ലിയർ ആവും. Second, refraction of a plane wave at a interface. So this is loss of refraction Huygens principle വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ആദ്യം Huygens principle എഴുതുക. ദെൻ ഇവിടെ കുറച്ച് മാത്തമാറ്റിക്കൽ അറേഞ്ച്മെന്റ് ചെയ്യാണ്ട് നമുക്ക് കാരണം സ്നെൽസ് ലോ ഇവിടെ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. Consider a plane wavefront AB incident on a interface Mn separating two media of refractive index N1 and N2. When a light wave from P reaches the interface point A, the wave from Q can only reach us at B, and it has to travel a further distance BC, that is BC is equal to V1T, to reach at the interface. During this time, the ray from A after refraction travels through the second medium. In order to find the new wavefront after time t, construct a sphere of radius V2t, that is different media, from A. By Huygens principle, the tangent to this sphere from C gives the new wavefront, that is refracted wavefront. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് മുന്നേ വി ടി എന്ന് പറയുന്നത് V1T V2T എന്ന് പറയാൻ കാരണം ഇത് രണ്ട് മീഡിയം ആണ്. അപ്പോൾ വെലോസിറ്റി എന്താവും, ചേഞ്ച് ചെയ്യും. അതാണ് രണ്ട് വെലോസിറ്റി V1T ആൻഡ് V2T എന്ന് പറയാൻ കാരണം. സോ ദിസ് ഇസ് ദ ഫിഗർ. അപ്പോൾ ഫിഗറിന് ആനിമേറ്റഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ചിലർക്ക് പിന്നെ സംശയം ഉണ്ടാവും, വേവ് ഫ്രണ്ട് അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ലൈൻ റേ പോലെ വരച്ചിരിക്കുന്നത്. ആക്ച്വലി പിയും ക്യൂവും ഇതിനൊരു വേവ് ഫ്രണ്ട് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, അതുപോലെ സ്പിയേഴ്സ് ആയി വരയ്ക്കുകയാണെങ്കിൽ പിന്നെ ആ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഔട്ടറും ഇന്നറും മാത്രമേ വരച്ചിട്ടുള്ളൂ അവിടെ, പിയും ക്യൂ. സോ അത് വേവ് ഫ്രണ്ട് ആണ്, എ ബി ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. പക്ഷേ ഡി സി നോക്കിയറിയാം, ഡി സി ചെറിയൊരു ചരിവ് ആക്ച്വലി ബി സി എ ഡി നമ്മൾ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേവ് ഫ്രണ്ടിന്റെ ഒരു പോർഷൻ വെള്ളത്തിലേക്ക് അടുത്ത മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ബാക്കി പോർഷൻ അപ്പോൾ എയറിലാണ്. അപ്പോൾ അത് കുറച്ച് ഹൈ വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, സഞ്ചരിക്കും. പക്ഷെ ഇവിടെ വെലോസിറ്റി കുറയും. അപ്പോൾ ഈ ബി സി എന്ന് പറയുന്നത് എ ഡി എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഈ സ്പിയർ വരച്ചിട്ട് അതിന്റെ
വേവ് ഫ്രണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് അത് കറക്റ്റായിട്ട് ആനിമേഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതിൽ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ട് അവിടെ വരുന്നതിന് കാരണം ഒരു പാർട്ട് വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ അതർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അപ്പോഴും ഫസ്റ്റ് ബാക്കിയുള്ള പാർട്സ് മുഴുവൻ എന്താണ് ഫസ്റ്റ് മീഡിയത്തിലാണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി കൂടും. അതാണ് V1T ഇവിടെ V2T എന്നൊക്കെ രണ്ട് കൊടുക്കാൻ കാരണം. സോ AB എന്ന് പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്, DC എന്നത് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. അപ്പോൾ ഇതിൽ സോ AB മീൻസ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആൻഡ് DC മീൻസ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. അപ്പോൾ വേവ് ഫ്രണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്പിയർ എന്ത് ചെയ്ത് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ അതാണ് ആനിമേഷൻസ് വെച്ച് കറക്റ്റ് ആയിട്ട്. അപ്പോൾ ഈ ശരിക്കും ഓരോ ലോക്കസ് ഈ ഓരോ പോയിന്റ് കണ്ടോ ആ ഓരോ പോയിന്റ് വേവ് ലെറ്റ്സ് ഉണ്ടാക്കുന്നു. ഈ വേവ് ലെറ്റ്സ് ഇതാണ് വേവ് ഫ്രണ്ട്, ഇതാണ് വേവ് ലെറ്റ്സ്. അപ്പോൾ ഓരോ പോയിന്റും ഓരോ വേവ് ലെറ്റ്സ് ഉണ്ടാക്കുന്നു. വേവ് ലെറ്റ്സിന്റെ ഒരേ ഫേസ് ഉള്ള എല്ലാ പോയിന്റും കൂടി വേവ് ഫ്രണ്ട്. അപ്പോൾ ഇത് വേവ് ഫ്രണ്ട്, ദിസ് ഇസ് വേവ് ഫ്രണ്ട്, ദിസ് ഇസ് വേവ് ഫ്രണ്ട്. അപ്പോൾ വേവ് ഫ്രണ്ട് ഒരു പോർഷൻ വെള്ളത്തിലേക്ക് കടന്നു, അപ്പോൾ വേറെ പോർഷൻ അവിടെ വെളിയിലാണ്. ഇനി ഇത് കറക്റ്റാണ്. അതാണ് ഈ രണ്ട് ഡിസ്റ്റൻസ് നമ്മൾ മാറ്റം വരും. അപ്പോൾ വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെ ശരിക്കും ശ്രദ്ധിക്കണം BCയും ABയും. പക്ഷെ നേരെ മറിച്ച് റിഫ്ലക്ഷൻ നമ്മൾ ഒരേപോലെ വരച്ചു, കാരണം രണ്ടും ഒരേ മീഡിയത്തിലാണ്. അതാണ് VT എന്ന് പറയാൻ കാരണം. പക്ഷെ ഇവിടെ രണ്ട് V1T V2T എന്ന് കൊടുക്കാൻ കാരണം ഇത് രണ്ട് വെലോസിറ്റീസ് വരും. കാരണം ഒന്ന് എയറിലാകുമ്പോൾ ഒന്ന് വാട്ടറിലാണ്, അതാണ് V2T. അപ്പോൾ AD കാണാൻ V2T ആൻഡ് BC കാണാൻ V1T. ഫ്രം ഫിഗർ സൈൻ I is equal to BC by AC. അപ്പോൾ ട്രയാങ്കിൾ നമുക്കറിയാം, ഇത് ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ സൈൻ I is equal to opposite, that is BC by AC. അതേപോലെ സൈൻ R എടുക്കുകയാണെങ്കിൽ that is AD, opposite AD by AC. So then sin I by sin R is equal to BC by AC by AD by AC. AC cancel ആയി പോകും. So we get BC by AD. So BC by AD എന്ന് പറയുന്നത് V1 ആൻഡ് ബൈ V2 എന്ന് വരാൻ കാരണം BC എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഇൻടു ടൈം ആണ്. സോ V1T ആവും. അതുപോലെ തന്നെ AD എന്ന് പറഞ്ഞാൽ V2T ആവും. TT ക്യാൻസൽ ആവും. അങ്ങനെയാണ് V1 by V2 വരുന്നത്. അപ്പോൾ V1 by V2 നമുക്കറിയാം N2 by N1 ആണ്. കാരണം സ്നെൽസ് നമ്മൾ പഠിച്ചാണ് sin I by sin R is equal to N2 by N1 equal to V1 by V2. So V1 by V2 means N2 by N2 1. So Snell's law prove ചെയ്തു. അപ്പോൾ sin I by sin R is equal to N2 by N1. So hence Snell's law proved. അപ്പോൾ ഇങ്ങനെയാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് Snell's law prove ചെയ്തത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ എഴുതണം. സ്നെൽസ് ലോ എഴുതണം, ഹൈഗൻസ് പ്രിൻസിപ്പിൾ എഴുതണം. എന്നിട്ട് ഈ ഫിഗർ വരച്ചാൽ തന്നെ മതി നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്കിൽ എന്ത് ചെയ്യുന്നു കിട്ടുന്നത്. കാരണം ഈ ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് ഏകദേശം 1 മാർക്ക് കിട്ടണം. ഹൈഗൻസ് പ്രിൻസിപ്പിളും ലോസ് ഓഫ് റിഫ്രാക്ഷനും സ്റ്റേറ്റ് ചെയ്ത 1 മാർക്ക് കിട്ടണം. ഈ ഡെറിവേഷൻ 1 മാർക്ക്. 3 മാർക്കിൽ കൂടുതൽ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതിന് കാരണം ഇത് 3 മാർക്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് ചോദിക്കും, എങ്ങനെയാണ് ചോദിക്കുക? സ്റ്റാർട്ടിങ് ഫ്രം ഹൈഗൻസ് പ്രിൻസിപ്പിൾ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എഴുതുക, ഈ ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുക. ദെൻ റിഫ്രാക്ഷൻ്റെ ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ നമ്മൾ സ്നെൽസ് ലോ ആണ്, സ്നെൽസ് ലോ പ്രൂവ് ചെയ്തിട്ട് സ്നെൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാം. ദെൻ നമുക്കറിയാം ഇൻസിഡന്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആർ ലൈറ്റ് സെയിം പ്ലെയിൻ. ഇവിടെ അത് അങ്ങനെ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ലോസും റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ ലോയും നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. നെക്സ്റ്റ്, പോളറൈസേഷൻ. Polarization is the phenomena of restricting of electric field vectors that is vibrating in a light beam to a certain plane when passes through a crystals like ടോർമലൈൻ, ഹെറാപ്പത്തലിൻ എക്സെട്ര. അപ്പോൾ ചില ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? ലൈറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് എന്ത് ചെയ്യും? അതിൻ്റെ വൈബ്രേഷൻ ഒരു പ്ലെയിനിലേക്ക് കൺഫൈൻ ചെയ്യും. കാരണം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ വൈബ്രേഷൻസിനെ ഒരു പോയിന്റിലേക്ക് ഒന്ന് കൺഫൈൻ ചെയ്യും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ഈ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് പോളറൈസേഷൻ. ദ ലൈറ്റ് ആഫ്റ്റർ പോളറൈസേഷൻ ഈസ് കോൾഡ് plain polarized light or linearly polarized light. Polarization phenomena reveals the transverse nature of light waves. അപ്പോൾ ഈ ഫിനോമിന എക്സിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാം ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് കാരക്ടറിസ്റ്റിക്സ് ആണ്. കാരണം ലോഞ്ച് ടോൾ വേവിന് പോളറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. The light produced by a source such as the sun or any incandescent lamp are not polarized. That is, the electric field vector vibrations are not confined to a single plane. So this is the unpolarized light. Light beam can be represented as. ഇങ്ങനെയാണ് unpolarized light represent ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ഡോട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ ആരോസ് ഉണ്ട്. അപ്പോൾ ഈ കേസിൽ കണ്ടോ, ഈ പ്ലെയിനിൽ വൈബ്രേഷൻ ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ പറയാം, ഇതാണ് കണ്ടോ ഡോട്ട്സ് പറയുന്നത് ഇവിടെ ഇങ്ങനെ ആരോസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഡോട്ട്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ദർ ഇസ് വെർട്ടിക്കൽ വൈബ്രേഷൻ ആൻഡ് ദിസ് ഇസ് ഹൊറിസോണ്ടൽ വൈബ്രേഷൻ. അപ്പോൾ രണ്ട് വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് പോളറൈസ്ഡ്. അപ്പോൾ ഇത് പോളറൈസ്ഡ് ലൈറ്റ് അല്ല. പോളറൈസ്ഡ് ലൈറ്റ് അല്ല പറയുന്ന കാരണം ഇത് രണ്ട് പ്ലെയിനിലും ഇതിന് വൈബ്രേഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ വൈബ്രേഷൻ വെർട്ടിക്കൽ പ്ലെയിനിലുണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിനിലുണ്ട്. ഇറ്റ്സ് നോട്ട് പോളറൈസ്ഡ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ പോളറൈസ്ഡ് വേവ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് പോളറൈസേഷൻ? അതായത് പിന്നെ ഒന്നിൽ ഡോട്ടുകൾ മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്.
സോ ദിസ് ഇസ് പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ ഇതാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ ഡോട്ട്സ് മാത്രം, അല്ലെങ്കിൽ ആ ഡോട്ട്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്ലെയിനിൽ മാത്രം അതിന് വൈബ്രേഷൻ കൺഫൈൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഹൊറിസോണ്ടൽ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ആകുമ്പോൾ വെർട്ടിക്കൽ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അപ്പോൾ ഒരു പോളറൈസർ ഉപയോഗിച്ചു. പോളറൈസ് മീൻസ് നമുക്കറിയാം ടോർമലൈൻ ക്രിസ്റ്റൽസ്, പോളറൈസ് ചില ക്രിസ്റ്റൽസ് ആണ്. ആ ചില ക്രിസ്റ്റലിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൽ ഒന്നില്ലെങ്കിൽ വെർട്ടിക്കൽ പിന്നെന്താണ് ലൈൻസ് പോവും, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് പോകും. അപ്പോൾ ഇത് പോളറൈസർ ഇങ്ങനെ വെച്ചുകൊണ്ട് അതിന് ഹൊറിസോണ്ടൽ ലൈൻസ് പോയി. ഇനി തിരിച്ച് 90 ഡിഗ്രി തിരിക്കുകയാണെങ്കിൽ ഇതിൽ ഡോട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വെർട്ടിക്കൽ വൈബ്രേഷൻ ഒക്കെ എന്ത് ചെയ്യും, കൺഫൈൻ ചെയ്യും. ഇനി സ്വാഭാവിക ഒരു പോളറൈസർ ഇവിടെ വെച്ചു. ഇനി ഒരു പോളറൈസർ ഇവിടെ ഇതിന് 90 ഡിഗ്രി തിരിച്ചു വെച്ചാൽ അവിടെ ഒരു ലൈറ്റും ഉണ്ടാവില്ല. കാരണം ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആയതുകൊണ്ട് ഫസ്റ്റ് പോളറൈസർ പാസ് ചെയ്യുമ്പോൾ അതിന് വെർട്ടിക്കൽ വൈബ്രേഷൻ കൺഫൈൻ പിന്നെ കടത്തി വിട്ടില്ല. അടുത്ത പോളറൈസറിൽ പോകുമ്പോൾ അതിന് ഹൊറിസോണ്ടൽ ലൈൻ എന്ത് ചെയ്യില്ല, കടത്തി വിടുന്നില്ല. അപ്പോൾ ഇതാണ് പോളറൈസർ ഒരു ക്രിസ്റ്റലാണത്. ക്രിസ്റ്റലിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് പോളറൈസേഷൻ സംഭവിക്കും. അപ്പോൾ ഒരു പോളറൈസേഷൻ ഒരു മെത്തേഡാണ് ക്രിസ്റ്റൽസ്. സർട്ടൻ ക്രിസ്റ്റലിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ദർ ക്യാൻ ബി പോളറൈസ്ഡ്. Malus law. According to Malus law, the intensity of the emergent light from the analyzer is directly proportional to the square of the cosine of the angle between the polarizing direction of the polarizer and the analyzer. So ഇതാണ് ആ ഫിഗർ. ഫസ്റ്റ് ഇനീഷ്യൽ അതിന് ഇന്റൻസിറ്റി കറക്റ്റ് ആയിട്ട് നോക്കണം. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇതിൽ വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. അപ്പോൾ ആ ഇനീഷ്യൽ, അപ്പോൾ ഇതിനൊരു പോളറൈസറിലൂടെ കടത്തി വിടുമ്പോൾ പോളറൈസർ ഇങ്ങനെ ആയതുകൊണ്ട് ഇതിന്റെ ഹൊറിസോണ്ടൽ ലൈൻസ് മൊത്തം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇത് ഇന്റൻസിറ്റി ഐ ഇനീഷ്യൽ ബൈ 2 ആവും. അപ്പോൾ ഇത് ഐ ഇനീഷ്യൽ ആണെങ്കിൽ I0 എന്ന് ഇതിന്റെ ഇന്റൻസിറ്റി ആണ്, ദാറ്റ് ഇസ് I0/2. ഇത് വേറെ അനലൈസറിലൂടെ കടത്തിവിടുക. അനലൈസർ ഈസ് ഓൾസോ പോളറൈസർ. പക്ഷെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ആംഗിൾ തീറ്റ ആംഗിൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, അതായത് ഇതിന്ന് വരുന്ന ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ I0 cos square theta. I0 എന്ന് പറയുന്നത് ഇതിലേക്ക് കടന്നു വന്ന ഇന്റൻസിറ്റി ആണ്. I എന്ന് പറയുന്നത് അനലൈസറിന് പുറത്തു വന്ന ഇന്റൻസിറ്റി. ദിസ് ഇസ് എ കൊസൈൻ. അപ്പൊ ഇതാണ് മാലുസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നോക്കൂ, ഈ തീറ്റ 90 ആണെങ്കിലോ, തീറ്റ 90 ആണ്, നമുക്കറിയാം cos 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒരു ലൈറ്റ് ഇവിടെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് വെർട്ടിക്കലി വെച്ചു, ഇത് ഹൊറിസോണ്ടൽ വെച്ച് അവിടെ നിന്ന് ഉണ്ടാവില്ല. ഇനി ഇത് 0 ആണ് വെക്കുകയാണെങ്കിലോ, 0 വെക്കുകയാണെങ്കിൽ I0 ഇവിടെ I0, കാരണം cos 0 1 ആണ്. സോ I = I0 ആവും. ഇതിൽ കംപ്ലീറ്റ് ലൈറ്റ് ഇങ്ങോട്ട് എന്ത് ചെയ്യും, കടത്തിവിടും. അപ്പൊ ഇതാണ് മാലുസ് ലോ. I = I0 cos square theta. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ടോർമലൈൻ ക്രിസ്റ്റൽസിലൂടെ പാസ് ചെയ്ത പോളറൈസേഷൻ സംഭവിക്കുന്ന പോലെ റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, പോളറൈസേഷൻ സംഭവിക്കാൻ പറ്റും. When an unpolarized light is incident on a transparent medium, a part of it is reflected and the other part is refracted. Usually, the reflected and the refracted beams are partially polarized. But for a particular angle of incidence, the reflected beam becomes fully polarized, and it is called polarization by reflection. And the angle of incidence at which the reflected ray is fully polarized is called Brister's angle or polarization angle. At the Brister's angle, the reflected and the refracted rays are perpendicular to each other. അപ്പോൾ ഫിഗർ വെച്ചത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാം. അതായത് ഇൻസിഡന്റ് റേ ഒരു ചെറിയ ഒരു പാർട്ട് ഓഫ് ദ റേ റിഫ്ലക്ട് ചെയ്ത്, ഒരു പാർട്ട് ഓഫ് ദ റിഫ്രാക്ട് ചെയ്ത്. പക്ഷെ ഇതിൽ ഒന്നും പോളറൈസ്ഡ് അല്ല. 3 ലൈറ്റും അൺപോളറൈസ്ഡ് ആണ്. റിഫ്ലക്റ്റഡ് റേറ്റും പോളറൈസ്ഡ് അല്ല, റിഫ്രാക്റ്റഡ് റേറ്റും പോളറൈസ്ഡ് അല്ല, ഇൻസിഡന്റ് റേറ്റും എന്തല്ല, പോളറൈസ്ഡ് അല്ല. ബട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇൻസിഡൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു പെർട്ടിക്കുലർ ആംഗിൾ, ആ ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ബ്രിസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയും. ആ ആംഗിളിൽ പോളറൈസേഷൻ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് റേ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കും. അതായത് ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചെയ്യുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏത് ആംഗിൾ അല്ല, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ മാത്രം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചെയ്യുകയാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കും. ആ സമയത്ത് റിഫ്രാക്റ്റഡും റിഫ്ലക്റ്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ആയിരിക്കും. ദാറ്റ് മീൻസ് θ+r ഇറ്റ് ഷുഡ് ബി 90. കാരണം നമുക്കറിയാം ഇത് തീറ്റയാണ്, ഇതും തീറ്റ ആയിരിക്കും. കാരണം ലോസ് ഓഫ് റിഫ്ലക്ഷൻ അറിയാം, ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്ട് ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ ഇത് തീറ്റയാണ്, ഇത് റിഫ്രാക്ഷൻ ആംഗിൾ ആണ്. കാരണം ഇത് മൊത്തം 180 ആണ്. അപ്പോൾ θ+r എന്ന് പറയുന്നത് 90. കാരണം ഈ പർട്ടിക്കുലർ ആംഗിൾ ആ ആംഗിൾ പറയുന്നത് ബ്രിസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയും. ഈ ആംഗിൾ എന്തായിരിക്കും, റിഫ്ലക്റ്റഡ്, ഈ ആംഗിൾ മാത്രം റിഫ്ലക്റ്റഡ് ആംഗിൾ എന്തായിരിക്കും, ഫുള്ളി പോളറൈസ്ഡ് ആയിരിക്കും. ആ സമയത്ത് റിഫ്ലക്റ്റഡും റിഫ്രാക്റ്റും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളും 90 ആയിരിക്കും. സോ ബ്രിസ്റ്റേഴ്സ് ലോ, the law states that the tangent of the angle of polarization is equal to the refractive index. So tan theta equal to n. നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ tan theta equal to, ഈ ലോന് പറയുന്ന പേരാണ് Brister's law. So tan theta equal to n. n means the refractive index of that medium.
പോളറൈസേഷൻ ബൈ സ്കാറ്ററിംഗ് മെത്തഡ്, ഇറഗുലർ റിഫ്ലക്ഷൻ നമ്മൾ സ്കാറ്ററിംഗ് പറയുന്നത്. സ്കാറ്ററിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളറൈസേഷൻ പറ്റും. വൈൽ സൺലൈറ്റ് ഫാൾസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ഇറ്റ് സഫേഴ്സ് സ്കാറ്ററിംഗ് ആൻഡ് സം ടൈംസ് ബിക്കം പോളറൈസ്ഡ്. ദിസ് ഈസ് കോൾഡ് പോളറൈസേഷൻ ബൈ സ്കാറ്ററിംഗ്. ഇത് എപ്പോഴും നടക്കണമെന്നില്ല, വളരെ റെയർ ആയിട്ട് നടക്കുന്ന ഒരു ഫിനോമിനയാണ്. ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ചില പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യുമ്പോൾ സ്കാറ്റർ ചെയ്ത ലൈറ്റ്സ് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്, കാരണം അതിൽ ഡോട്ട്സ് മാത്രമേ ഉള്ളൂ, കണ്ടോ. അപ്പോൾ സ്കാറ്ററിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളറൈസേഷൻ സംഭവിക്കാറുണ്ട്. ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ വഴി ഉണ്ടാകാറുണ്ട്. ചില ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്താൽ എന്ത് ചെയ്യും, പോളറൈസേഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നോക്കേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ഹൈഗ്രൻസ് പ്രിൻസിപ്പിൾ എന്താണെന്നും പോളറൈസേഷനിൽ മാലൂസ് ലോ, ബ്രിസ്റ്റോസ് ലോ, ഈ രണ്ട് ലോവും നോക്കുക. അതുപോലെ തന്നെ ഹൈഗ്രൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യാനും ചോദിക്കും. സോ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കാരണം ആ സ്റ്റേറ്റ്മെന്റിലാണ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം മുഴുവൻ ആ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റായി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ട്സ് ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ വേ ഓപ്റ്റിക്സ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വേ ഓപ്റ്റിക്സ് കംപ്ലീറ്റ് ആവണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഡൈഫ്രാക്ഷൻ ഇന്റർഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് ഈ ചാപ്റ്ററിൽ ശരിക്കും ഇന്റർഫറൻസ് ഡൈഫ്രാക്ഷൻ ആണ്. മോസ്റ്റ്ലി അതാണ് നമുക്ക് എക്സാംസിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് അത് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ ടോപ്പിക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ hope these concepts are very clear to you. If you have any doubts, feel free ask to comments. Thank you for watching. Thank you.